മുംബൈ ബോട്ട് അപകടത്തിൽ കാണാതായെന്ന് സംശയിച്ച മലയാളി കുടുംബത്തെ കണ്ടെത്തി. വളരെ ആശ്വാസകരമായ വാർത്തയാണ്. പരിക്കേറ്റ് ചികിത്സയിലുണ്ടായിരുന്ന 6 വയസ്സുകാരൻ ഏബിൾ മാത്യുവാണ് ഒപ്പമുണ്ടായിരുന്ന മാതാപിതാക്കളെ കാണാനില്ലെന്ന് അറിയിച്ചത്. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടെത്തുന്നത്. പത്തനംതിട്ട സ്വദേശിയായ മാത്യു ജോർജ്, ഭാര്യ നിഷ മാത്യു ജോർജ് എന്നിവരെയാണ് കണ്ടെത്തിയത്. തുടർന്ന് കുട്ടിയെ മഹാരാഷ്ട്രയിലുള്ള ബന്ധുക്കൾക്കൊപ്പം വിടുകയും ചെയ്തു. ഉറാൻ പോലീസാണ് മാതാപിതാക്കൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തി കുട്ടിയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത്. മാതാപിതാക്കൾ മറ്റൊരു ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്. ഇവരുമായി പോലീസ് വീഡിയോ കോളിലൂടെ കുട്ടിയെ കാണിച്ചു. ഇതിനുശേഷമാണ് ബന്ധുക്കളുടെ കൂടെ കുട്ടിയെ വിട്ടയച്ചത്. JNPT ആശുപത്രിയിലായിരുന്നു കുട്ടിയെ പ്രവേശിപ്പിച്ചിരുന്നത്. പത്തനംതിട്ട സ്വദേശികളായ ഇവർ വിനോദസഞ്ചാരത്തിനായിട്ടാണ് മുംബൈയിലേക്ക് എത്തിയതെന്നാണ് വിവരം. അമിതവേഗത്തിൽ നിയന്ത്രണം വിട്ടുവന്ന നാവികസേന സ്പീഡ് ബോട്ട് ഇടിച്ചതിന് പിന്നാലെ യാത്രാ ബോട്ട് ആടിയുലഞ്ഞപ്പോൾ യാത്രക്കാർ കടലിലേക്ക് എടുത്തു ചാടിയതാണ് മുംബൈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം. ഭീതിയുണ്ടാക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. घुमा मजा आई लो മുംബൈയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ എലിഫന്റ ഗുഹകളിലേക്ക് പോകുകയായിരുന്നു നീൽകമൽ എന്ന ബോട്ട്. ബോട്ടിൽ 100-ലേറെ യാത്രക്കാർ ഉണ്ടായിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം നൽകും. അതുപോലെ തന്നെ അപകടത്തിൽ പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ഇടിയുടെ ആഘാതത്തിൽ യാത്രാ ബോട്ട് തലകീഴായി മറിയുകയും പൂർണ്ണമായി മുങ്ങുകയുമായിരുന്നു. അപകടത്തിൽ ഇതുവരെ 13 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. ചികിത്സയിലുള്ള 4 പേരുടെ നില അതിഗുരുതരമാണ്. മരിച്ചവരിൽ 3 നാവികസേന ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. 101 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തി. സ്പീഡ് ബോട്ട് കടലിൽ സിക്സാഗ് ചെയ്യുന്നതിനിടെ പെട്ടെന്ന് ടേൺ ചെയ്ത് യാത്രാ ബോട്ടിന് നേരെ എത്തുകയും ശക്തമായി കൂട്ടിയിടിക്കുകയും ചെയ്യുന്നതും ദൃശ്യത്തിൽ കാണാനാകും. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര സർക്കാരും 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. നാവികസേന സംഭവം കൃത്യമായി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു. നേവിയുടെ സ്പീഡ് ബോട്ട് ഓടിച്ചയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കടലിൽ എഞ്ചിൻ ട്രയലിനിടെ സ്പീഡ് ബോട്ട് തകരാർ മൂലം നിയന്ത്രണം നഷ്ടപ്പെട്ട് യാത്രാ ബോട്ടിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് നാവികസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇന്നലെ വൈകിട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് സമീപത്ത് വെച്ചാണ് മുംബൈയെ നടുക്കിയ ദുരന്തമുണ്ടായത്. നാവികസേന ബോട്ടിന്റെ എഞ്ചിൻ അടുത്തിടെ മാറ്റുകയും പുതിയത് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പരിശോധന നടത്തുമ്പോൾ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായതെന്നാണ് സൂചന. നാവികസേനയുടെ ബോട്ടിൽ 2 നാവികസേനാംഗങ്ങളും എഞ്ചിൻ വിതരണം ചെയ്ത സ്ഥാപനത്തിലെ 4 അംഗങ്ങളും ഉൾപ്പെടെ 6 പേരുണ്ടായിരുന്നു. ടിക്കറ്റ് നൽകാത്തതിനാൽ യാത്രാ ബോട്ടിലുണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വ്യക്തതയില്ല. 13 പേർ മരിച്ചെന്നാണ് ഇതുവരെയുള്ള ഔദ്യോഗിക കണക്കുകൾ. നടുക്കടലിലുണ്ടായ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ ഇപ്പോഴും ആഘാതത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. മുംബൈയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ കടലിൽ ബോട്ട് എത്തിയപ്പോഴായിരുന്നു അപകടമുണ്ടായത്. ഉടൻ ബോട്ടിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയെന്നും ലൈഫ് ജാക്കറ്റ് ധരിക്കാൻ നിർദ്ദേശം കിട്ടിയെന്നും രക്ഷപ്പെട്ട യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തി. മരിച്ചവരിൽ സ്പീഡ് ബോട്ടിലുണ്ടായിരുന്ന 3 നാവികസേന ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.